ഞാൻ വിളിച്ചായിരുന്നു, ഓനക്കുട്ടനെ വിളിച്ചായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി നമ്മുടെ ഇലക്ഷൻ ഞാൻ അഡ്വക്കേറ്റ് ഉഷ ബോസ്, പൂങ്കോട് വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണ് ഞാൻ. പൂങ്കോട് വാർഡില് തീർച്ചയായും UDFന് വിജയസാധ്യത വളരെ കൂടുതലുള്ള ഒരു വാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷന് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒരു നിസ്സാരമായ വോട്ടുകൾക്ക് എനിക്ക് പിന്നിലോട്ട് പോകേണ്ടി വന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. തീർച്ചയായും കാരണം മറ്റ് പാർട്ടിയിലുള്ളവരുടെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു എന്റെ കൂടെ. അത് മത്സരിക്കണം ഇത്തവണ, കഴിഞ്ഞ തവണ അവർക്ക് പറ്റിയ ഒരു തെറ്റ് തിരുത്താൻ ഒരു അവസരം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നിങ്ങൾ മത്സരരംഗത്തേക്ക് ഉണ്ടാവണം എന്നവരിൽ ചിലരെങ്കിലും എന്നെ ഫോൺ വിളിച്ച് ഒക്കെ ആവശ്യപ്പെട്ടു, നേരിട്ട് കണ്ടാവശ്യപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മത്സരരംഗത്ത് ഉണ്ടാവണം എന്ന് ജനങ്ങളുടെ കൂടെ, അതായത് ഞങ്ങളുടെ വാർഡിലുള്ള കുറെ ആളുകളുടെ കൂടെ കഴിഞ്ഞ തവണ വോട്ട് തന്നില്ല, അതുകൊണ്ട് ഇത്തവണ എന്തുവായാലും തരും എന്ന് കൂടി എന്നോട് നേരിട്ട് പറഞ്ഞ കുറെ ആളുകളുടെ നിർബന്ധം കൊണ്ട് കൂടിയാണ് ഇത്തവണ ഇങ്ങനെ ഒരു മത്സരത്തിനത്തേക്ക് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും വിജയസാധ്യത വളരെയേറെ ഉണ്ടായ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പോടെ മുന്നോട്ട് പ്രതികൂലമായി അത്തരമൊരു പ്രതികൂല സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അത്തരമൊരു സാഹചര്യം ഇപ്പം നിലവിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ തവണ അവര് UDFലെ തന്നെ ഒരാളിനെ പൈസ കൊടുത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി കോൺഗ്രസിന്റെ വീടുകളിൽ കയറി ഒരു വോട്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ വീടുകളിൽ കയറി വോട്ട് പിടിച്ചു. അവര് ഈവന്റ് മാനേജ്മെന്റിനെ നിർത്തി, പാർട്ടിക്കാർ തന്നെ ഈവന്റ് മാനേജ്മെന്റിനെ നിർത്തി അവർക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ വർക്കൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. പിന്നെ പൈസ കൊടുത്തും ഒക്കെ ആയിട്ട് അവര് കുറെ വോട്ട് മറിക്കുന്ന സാഹചര്യം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകളിലൊക്കെ അവര് കുറേയേറെ ഇത്തവണ അങ്ങനൊന്നും ഉണ്ടാവാതെ നോക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമായ ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട് പാർട്ടി. കാരണം കഴിഞ്ഞ തവണത്തെ 4 വർഷം കൊണ്ട് അവിടുത്തെ മെമ്പർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു മറുപടി അവർക്ക് പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, ചില റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതിനപ്പുറത്തോട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ഇന്നിപ്പം കുറെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പൊ ആ ഭാഗത്തുള്ളവരൊക്കെ കുറെ പരാതികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പൊ അതുകൂടെ വെച്ചിട്ട് നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ സത്യമാക്കാൻ സാധ്യത. തീർച്ചയായിട്ടും കാരണം വികസനം തീരെ ഇല്ല എന്ന് തന്നെ പറയാമല്ലോ. വികസനം കുറവാണെന്നില്ല, വികസനം ഇല്ല എന്ന് തന്നെ പറയാം. അധികാരം കുറെ കാലം കൊണ്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നിട്ട് ഇനി നമ്മളോട് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള മട്ടിലുള്ള ഒരു ധാർഷ്ട്യമാണ് അവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വികസനം ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരവസരം എനിക്ക് കിട്ടുവാണെങ്കിൽ എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ അത് കഴിവിന്റെ പരമാവധി ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DCCയുടെ ജനറൽ സെക്രട്ടറിയും ചടയമംഗലം നിയോജകമണ്ഡലത്തിന്റെ ചുമതലയുള്ള ശ്രീ ചന്ദ്രബോസ് അവറുകൾ സാക്ഷി ടിവിയോട് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതികരിക്കുന്നു. ചടയമംഗലം പൂങ്കോട് വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന ഉഷ ബോസിന്റെ വിജയം സുനിശ്ചിതമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി ചടയമംഗലം പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ CPIയുടെയും CPMന്റെയും പ്രസിഡന്റുമാർ മാറി മാറി ഭരണം നടത്തുന്നതല്ലാതെ ഈ പഞ്ചായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പ്, ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ താർന്നു കിടക്കുന്നത്, ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയൊക്കെയുള്ള ഒരു വിധിയെഴുത്തായി ചടയമംഗലത്തെ ഈ പൂങ്കോട് വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ഉഷ ബോസിന്റെ വിജയത്തിന് വേണ്ടി കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്ത് സജ്ജമായി കഴിഞ്ഞു. പൂങ്കോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് RSPയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും
ചലയമംഗലം UDFന്റെ കൺവീനറുമായ ശ്രീ ഇളമാട് ഗോപി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിവരിക്കുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. ഗ്രാമപഞ്ചായത്തിന് ഓഫീസില്ല. ഓഫീസ് പൊളിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ഇന്നിവിടെ പ്ലാസ്റ്റിക് കൂമ്പാരമാണ്. സബ് കളക്ടർ ഓഫീസ് പൊളിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. അതുപോലെ തന്നെ ഇവിടെ KSRTC സ്റ്റാൻഡിന് നേരെ എതിരെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പാർക്കിംഗ് ഏരിയ ആയിട്ട് വന്നിരിക്കുകയാണ്. കണ്ണായ സ്ഥലം, മിനി സിവിൽ സ്റ്റേഷൻ നടത്താനുള്ള സൗകര്യം. അതുപോലെ സ്റ്റേഡിയത്തിന്റെ പണി തുടങ്ങിയിട്ട് എല്ലാ വർഷവും ഉദ്ഘാടനമാണ്. അതുപോലെ HIS ഓഫീസ് വാരി സഞ്ചരിക്കുന്ന ഓഫീസാണ്. ഞാൻ നിൽക്കുന്നതിന്റെ നേരെ എതിരായ ഒരു വഴിയോര വിശ്രമകേന്ദ്രമുണ്ട്. ആ വിശ്രമകേന്ദ്രം പണി തീർത്തിട്ട് എത്രയോ നാളുകളായി. അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനോ അതിനുവേണ്ട നടപടി സ്വീകരിക്കാനോ ഇവിടെ LDF തയ്യാറല്ല. ഈ ഗ്രാമപഞ്ചായത്തിൽ ആകെ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ട് 5-10 വർഷം മെമ്പറായി വന്നവർ കോടീശ്വരന്മാരായിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നടപടിയാണ് ഉള്ളത്. ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിഞ്ഞ കഴിഞ്ഞ പാർലമെന്റിൽ കണ്ടത് അതേ സ്ഥിതിയിലേക്ക് പൂങ്കോട് നാട്ടിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് ഷാഫി ബോസ് ജയിക്കുന്ന യാതൊരു സംശയം വേണ്ട. പറയണ്ടേ 20-ാം തീയതി കൊടുക്കണം. ഞാൻ വരാം. പറയണ്ട.